ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. 7:10 വന്നു. ഇപ്പോൾ തന്നെ സൂര്യനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്ന് ക്ലീൻ ചെയ്യണം. ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്യാൻ വിട്ടുപോയി. ഞാൻ ഡയറ്റ് പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യണം. ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഇപ്പോഴല്ല, ഉച്ചയ്ക്കാകുമ്പോൾ ക്ലീൻ ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കും. നല്ല പെട്ടെന്ന് തോന്നുന്നു സൂര്യൻ. ഞാൻ പോയൊന്നും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വിളിച്ച് പറഞ്ഞ് എല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. എന്നെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. ഓക്കെ, നേരത്തെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം. എല്ലാം ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ച് എനിക്കിപ്പോൾ ഒരു കോൾ വന്നായിരുന്നു. ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ അതും അയച്ചു കൊടുത്തിട്ട് പോകും. ഉണ്ടാക്കട്ടെ. ഫുഡ് ഉണ്ടാക്കി ചീസും ഒമാൻ ചിപ്സും. ഇതും കഴിക്കുക, പോവുക. പോയി ഒന്ന് ചെക്ക് ചെയ്യുക. തലവേദന കേസായിട്ടിരിക്കുകയാണ് കുറച്ച്. പോയി നോക്കട്ടെ. പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കുക. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്നലെ ഞാൻ ചെയ്യാൻ വിട്ടുപോയി. ഡേറ്റ് സമയം ദിവസം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം. അത് തന്നെ ഞാൻ മറന്നുപോയി. ഇന്ന് അയച്ചു കൊടുക്കട്ടെ. പണി തുടങ്ങട്ടെ. എൻ്റെ ഇതിന് മുമ്പേ തുടങ്ങാൻ പറ്റുമായിരുന്നു. കുറച്ച് കാര്യം നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ. ഫോണിനെന്തോ പറ്റി. ഫോണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീസിങ് പോലെ അവന് ക്യാമറയൊക്കെ എടുക്കുക. ഹെവി ഡ്യൂട്ടി ഫോണിന് കൊടുത്തു തുടങ്ങിയോണ്ടായിരിക്കും. അത്രയും ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഓഫ് ചെയ്യണ്ട. ഇവിടുത്തെ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നല്ല പ്രഷർ കയറും. പക്ഷേ ഇപ്പം ഇത് കംപ്ലൈൻ്റാണ്. അത്ര വെള്ളം പോകണം. ഡീസൽ കുറച്ച് നേരം ഓണാക്കി കിട്ടാം. 2 മിനിറ്റത്തേക്കാണ് ഓണാക്കി. അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് പോയി അവിടെ ഒന്ന് ക്ലീൻ ആക്കുക. അതായത് വൈപ്പർ അടിച്ച് ഓസം മടക്കി അത് തന്നെ ചെയ്യണം. എന്താ മടക്കി വെക്കണേ? സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. ഫോട്ടോ എല്ലാം എടുത്ത് എല്ലാത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ക്ലീനിങ്ങിൻ്റെ എടുത്ത് അയച്ചു കൊടുക്കും. ഈ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് സേഫ്റ്റി ചെയ്തതായിട്ട്. അപ്പം അമ്മ എന്നെ അളകി കൊണ്ടുപോയി. ഇനി അടുത്ത് കിടന്ന ഫുള്ള് സെറ്റായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പേജ് എല്ലാം ചെക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് പുറത്തിറങ്ങി വേറെ പരിപാടി നോക്കും എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് സെറ്റ് ചെയ്യും. AC ഓഫ് ചെയ്യും. സെറ്റായിട്ട്. പിന്നെ അന്ന് ഇതിനു മുമ്പേ വന്നല്ല ഫയർ എക്സ്റ്റിങ്വിഷൻ്റെ വർക്കിൻ്റെ ടാഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാത്തിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇത് തൊട്ട് ഫയറിൻ്റെ അലാറത്തിൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി മേളിലത്തെ മറ്റേ സംഭവമൊക്കെ വർക്ക് ചെയ്യണമല്ലേ എന്ന് നോക്കും. യൂസ് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. തീ പിടിക്കുമ്പോൾ അങ്ങനെ വരണ ചാൻസ് കുറവാണ്. പമ്പിൻ്റെ അവിടെ വരാം. എന്ത് പറ്റുമെന്ന് അറിഞ്ഞൂടാ. മൊബൈൽ ഭയങ്കര ലാഗായി. ക്യാമറ ലാഗായി. ഗെയിം കളിക്കാൻ പറ്റണില്ല. ഗെയിം കളിച്ച് വീഡിയോ ഇടാൻ പറ്റണില്ല. ഓരോന്നും ഓരോ പ്രശ്നങ്ങൾ. ഒരു പിടിയില്ല. എങ്ങനെയാ അവിടുത്തെ പെട്രോൾ? നാട്ടിലൊക്കെ പെട്രോൾ വിലയൊക്കെ പൊളിയല്ലേ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ നിൽക്കുന്ന ഇവിടെ കുഴപ്പമില്ല. ഇവിടെയും കുഴപ്പമില്ല. എല്ലാം വന്ന് തുടങ്ങി.
ഇപ്പോൾ സൈസ് വയ്ക്കുന്നൊരു പിടിയില്ല. ഇനിയും 2-3 മാസം എടുക്കും എൻ്റെ സൈസ് ഇത്തിരി വലുതായി വരാൻ. ശരിക്കെല്ലാം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം സെറ്റാണ്. കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ്. വേറെ എല്ലാം സെറ്റും ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. ഒരെണ്ണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് നേരത്തെ വിളിച്ച് അത് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തു. ജസ്റ്റ് പുറത്ത് പോകണം. ഇന്ന് എന്തോ ക്ലൗഡിയായിട്ട് കിടക്കണം. ഇത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഒരു ഇവിടുത്തെ കട്ടിങ് നടന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പോയി വാങ്ങിക്കട്ട് ഫ്രൂട്ട്സ് പുറത്തിറങ്ങി. ഇനി എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ കേട്ടാ. പ്രകാശമുണ്ട്, പക്ഷേ സൂര്യൻ ഫുള്ള് മറിഞ്ഞിരിക്കുക. ഇങ്ങനെ നിൽക്കുക. റീസൺ എന്ത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. നല്ലൊരു വ്യത്യാസമുണ്ടെന്ന്. ഏകദേശം റൊട്ടി കയറാൻ പോയാണ്. എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇനി വെച്ചിട്ടില്ല. എനിക്ക് കുറച്ച് ഒരു കുബൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, റൊട്ടി പോലത്തെ. അത് സാധനം വാങ്ങിക്കുകയാണ്. പിന്നെ അതിനോണ്ട് ഇങ്ങോട്ട് പോവുക. ഒരു കട ചോദിച്ചു, അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഇറങ്ങി ബേക്കറി കട ഇറങ്ങി വാങ്ങിച്ചേ. കുബൂസും വാങ്ങിച്ച് ഒരു മിഠായി വാങ്ങിച്ചു. 1 റിയാൽ 1.20, 1.200 പൈസ മിഠായിക്ക് തന്നെ. കുബൂസിന് 2 എണ്ണം വാങ്ങിച്ച് അതിന് 200 പൈസ. ടോട്ടൽ അത് തന്നെ ഏകദേശം 1.400, ഏകദേശം 200, 300, 300 എത്ര എൻ്റെ പർച്ചേസ്. അത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നും. ടേസ്റ്റ് ഭയങ്കര ക്രേസി ടേസ്റ്റാണ്. കാണിച്ചു തരാം വീഡിയോ. ഇല്ല കാണിച്ചു തരാം, റൂമിൽ ചെന്നിട്ട് കാണിച്ചു. ക്രേസി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡിക്റ്റായിപ്പോൾ. ഇനി ഫ്രീ ആയിട്ട് കിട്ടി, അത് ഞാൻ കഴിച്ചു നോക്കി. അത് കഴിച്ചപ്പം എനിക്ക് എവിടെ ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ മുട്ടായൊരു സെക്ഷൻ നോക്കാറില്ല. പല്ലില്ലാതെ പല്ലില്ലാതെ എനിക്ക് 2 എണ്ണം, 2 കോർണറില്ല. നേരെ പോകണം. ഇനി ഫ്രൂട്ട്സ് എടുക്കുക, നേരെ വിടുക. വീട്ടിൽ നിന്നാണ് ഇന്നലെ പറഞ്ഞതുപോലെ. ഇന്നലെ മെനിഞ്ഞാന്നെന്തോ മെനിഞ്ഞാന്ന് ഫ്രീ കിട്ടിയത്. 4 പാക്കറ്റ് ഇത് തന്നത്. പാക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ ചേച്ചി തന്നതെന്ന് പറഞ്ഞു. ഇന്ന് സൂര്യപ്രകാശം വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി എത്താറായി, പാതി കഴിഞ്ഞു. സ്ഥലത്ത് പോയി സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കുക. സൺസെറ്റിന് കാണൂല, കളർ മാത്രം വേരിയേഷൻ കാണേ ഉള്ളൂ. സൂര്യനേ ഇല്ലായിരുന്നു, സൂര്യനെ മാഞ്ഞു പോയി. നോക്കട്ടെ, കളർ വ്യത്യാസം കാണിക്കുന്നു. റെഡിഷ് കളർ കുറവല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അടുത്ത് ഇപ്പോൾ ലൈറ്റെല്ലാം ഓണാക്കി സെറ്റ് ആക്കുക. എൻ്റെ കമ്പ്യൂട്ടറും ചെറുതായിട്ട് നോക്കിവിടുക. അത് കുഴപ്പമില്ല, സെറ്റാണ്. നേരെ പോയി നോക്കട്ടെ. അതെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഫിംഗർ പ്രിൻറ്റിനൊരു വ്യത്യാസം, ഫിംഗർ പ്രിൻറ്റിൻ്റെ കളർ തന്നെ വ്യത്യാസം. അതിനകത്ത് തന്നെ സൂര്യ ഉദിച്ചിരിക്കും. മുറിക്കുക സമയാവറായി. ഇനി ഏകദേശം 5-10 മിനിറ്റ് കൊണ്ട് പോവുക. ചെക്ക് ചെയ്യാൻ ചെക്കിയിട്ട് കാര്യമില്ല, നോർമലാണല്ലോ. പൂർണ്ണശലം ലെവൽ ഡൗണായി, ഇച്ചിരി നല്ല കൂടുതൽ ഡൗണായി. രാത്രി എങ്ങനെ ഔട്ട് പോകണമില്ലേ നോക്കിയിട്ട് അതനുസരിച്ച് സെറ്റ് ചെയ്യണം. നാളെ രാവിലെയാ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. ഔട്ട് ഈ സമയത്ത് ഇത്ര പോകുമെന്ന് പ്രതീക്ഷയില്ല. നല്ല ഔട്ട് പോയത് ഞാൻ ആൾറെഡി അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തായിരുന്നു. നാളെ അല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വേറെ പരിപാടി എന്തിരി. ടൈമൊന്നും ആയിട്ടില്ല, എന്നാൽ അരമണിക്കൂർ മുമ്പേ ഉണ്ട്. 6:30 6:30 ഇങ്ങനെ കിടക്കുകയാണ്. 6:30 പരിപാടി എന്തിരി. ഇനി ഫുള്ളൊന്ന് പോയി ചെക്ക് ചെയ്യുക, അവിടെ ഇരിക്കുക, ഗെയിമും കളിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.